ഭരണഘടന എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്കായിട്ടൊരു ഡോക്യുമെൻ്റല്ല. അത് മാറണം, അത്യാവശ്യ കാര്യങ്ങൾക്ക് വളർച്ചയുണ്ടാകണം, കാലാനുസൃതമായ മാറ്റങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളണം. അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല. അത് കേശവാനന്ദ ഭാരതി കേസിൽ 1972 വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി അതിന് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇവിടെ വന്നു. ആ പരാമർശങ്ങളിൽ പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മതേതരത്വവും മറ്റൊന്ന് സോഷ്യലിസവും. ഇന്നലത്തെ ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടേതായ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലറിസമാണ് നമ്മൾ പരീക്ഷണത്തിൽ കൂടി, നമ്മുടെ അനുഭവത്തിൽ കൂടി, പ്രവർത്തനത്തിൽ കൂടി നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതങ്ങളെ നിരസിക്കുക, നിഷേധാത്മകമായ ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടാണ്. അതല്ല നമ്മുടെ നയമെന്നും രാജ്യത്തിന് പൊതുവായൊരു നിയമം, ഒരു മതമില്ല എന്നും ഒഫീഷ്യലായിട്ട് നമുക്കൊരു നിയമമില്ലാതിരിക്കുമ്പോൾ തന്നെ വ്യക്തികൾക്ക്, പൗരന്മാർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ദൈവവിശ്വാസിയാകാനും അല്ലാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലറിസമാണ്. അത് വളരെ പോസിറ്റീവാണ്. നമുക്ക് ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ മതത്തെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങൾക്ക് മതമാകാം, ആ വിശ്വാസമാകാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പൊതു ജീവിതത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് ആ മതവിശ്വാസം തുടർന്ന് കൊണ്ടുപോകാം. എന്നാൽ രാജ്യത്തിന് മതമുണ്ടോ? ഇല്ല, രാജ്യത്തിന് മതമില്ല. രാജ്യത്തിന് മതമില്ല, വ്യക്തികൾക്ക് മതമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സെക്യുലറിസത്തിൻ്റെ കാഴ്ചപ്പാട് തികച്ചും പാശ്ചാത്യ മതേതര നിലപാടിൽ നിന്ന് വ്യത്യാസമുള്ളൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മതത്തിനോട് ഒരു അകൽച്ച വയ്ക്കുമ്പോഴും ജനങ്ങൾക്ക് അതിനിഷ്ടമുള്ള തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതും. അപ്പോൾ അത് ഇന്നലത്തെ ജഡ്ജ്മെൻറ്റിൽ അത് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് എടുത്തു കളയേണ്ട ആവശ്യമില്ല. അത് പ്രിയാമ്പിളിൽ വന്ന് 42ാമത്തെ ഭേദഗതിയിൽ കൊണ്ടുവന്നാണ് 1976. അതവിടെ ഇരിക്കട്ടെ, അത് മാറ്റേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സോഷ്യലിസം, വാസ്തവത്തിൽ ഇന്നലത്തെ ജഡ്ജ്മെൻറ്റ് വളരെ സാഹൂതം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പരമ്പരാഗതമായി സോഷ്യലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ന് ലോകത്ത് കാലഹരണപ്പെട്ടു. കാരണം ഗ്ലോബലൈസേഷൻ വന്നു, നിയോ ലിബറലിസം വന്നു. അപ്പോൾ അന്തർദേശീയ കാഴ്ചപ്പാടിൽ കാണുന്ന എല്ലാം പബ്ലിക് സെക്ടറിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് മോഡൽ ഇന്ന് ഒരിടവുമില്ല. വളരെ കമ്മ്യൂണിസമാണെന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഒരു പരിധിവരെ പ്രൈവറ്റ് സെക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നലത്തെ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി പറഞ്ഞത്, നമ്മുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വകാര്യ സംരംഭങ്ങളും പ്രൈവറ്റ് സെക്ടറും പൊതു സംരംഭങ്ങളും ഒരേ സമയം തുടരാം, അതിന് യാതൊരു വ്യത്യാസവുമില്ല. അടിസ്ഥാനപരമായി സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ഷേമരാഷ്ട്രമാണ്. ആ ക്ഷേമരാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? വെറുതെ വെൽഫെയർ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് മാത്രമല്ല, ക്ഷേമം ആവശ്യപ്പെടുന്ന ക്ഷേമം ആശ്വാസങ്ങളും നയങ്ങളും കൊണ്ടുവരുന്നത് മാത്രമല്ല, അതോടൊപ്പം എല്ലാവർക്കും അവസര സമത്വം കൊടുക്കുന്നു. ഈ അവസര സമത്വം എന്നുള്ള സന്ദേശമാണ് നമ്മുടെ സോഷ്യലിസത്തിൽ കൂടി പറയുന്നത്. അപ്പോൾ സോഷ്യലിസം ഞാനിത് വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. കാരണം പരമ്പരാഗതമായി നോക്കിയാൽ അന്നത്തെ സോഷ്യലിസം ഇന്ന് ലോകത്ത് ഒരിടവുമില്ല, അത് കാലഹരണപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസത്തിനകത്ത് നമ്മൾ തുടക്കത്തിൽ തന്നെ മിക്സ്ഡ് എക്കോണമിയാണ് ഫോളോ ചെയ്തത്. അന്ന് പക്ഷേ സ്റ്റേറ്റ് സെക്ടറിന് കുറച്ച് പ്രോമിനൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഗ്ലോബലൈസേഷന് ശേഷം സ്വകാര്യ സംരംഭത്തിന് വേണ്ട പുരോഗതിയും അവസരവും അവർക്ക് വേണ്ട സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ക്ഷേമ പദ്ധതികൾക്ക് പൊതു നന്മയില്ല എന്നല്ല, പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റും ക്ഷേമ പദ്ധതികളും തുടരും. അതോടൊപ്പം അവസര സമത്വത്തിൽ കൂടി കൂടുതൽ തുല്യത വരുത്താൻ വേണ്ടി എല്ലാവർക്കും ചാൻസ് കൊടുക്കുക, അവസരം കൊടുക്കുക. അതാണ് ക്ഷേമരാഷ്ട്രം, അവസര സമത്വം. ഇത് രണ്ടും കൂടി ചേർന്ന കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം. അപ്പോൾ ഈ രണ്ട് ജഡ്ജ്മെൻറ്റും വളരെ സ്ട്രൈക്കിംഗ് ആണ്. അത് കറക്റ്റായിട്ട് ഇന്നലെ ഈ 75ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ ആ ജഡ്ജ്മെൻറ്റ് വന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടല്ല ഇത് വന്നത്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രിയാമ്പിൾ വന്നതിനെയാണ് ചോദ്യം ചെയ്തത്. അതവിടെ ഇരുന്നോട്ടെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്നാണ് ജഡ്ജ്മെൻറ്റ് പറയുന്നത്.